കൊല്ലപ്പെട്ട പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കുകയാണ്. ഈ പ്രതികൾക്കായിട്ട് വ്യാപകമായ തെരച്ചിൽ പോലീസ് നടത്തുന്നു. നല്ല നീക്കമാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി നേരത്തെ വേണ്ടിയിരുന്നു. എല്ലാം വൈകിപ്പോയാൽ മനുഷ്യജീവൻ എടുത്തു കളയും കൊലപാതകികൾ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി നെന്മാറയിലെ സംഭവം നമുക്ക് മുന്നിലുണ്ട്. സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നു. അതേസമയം ചില പ്രേക്ഷകരൊക്കെ തന്നെ ചോദിക്കുന്നു, ഗാന്ധിജിയുടെ സമരമുറ സത്യാഗ്രഹം ഞങ്ങൾ എടുത്താലേ നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റുകൾ വായിക്കും. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സുപ്രഭാതം പറയുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് ഞാൻ മടങ്ങി വരും. ആദ്യം നമുക്ക് ഈ പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് കൈകാര്യം ചെയ്തിട്ട് മടങ്ങി വരാം. ആദ്യം സൂരജ് സജി നെന്മാറയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സൂരജ് സജി ആൻഡ് ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. സൂരജ്, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? യഥാർത്ഥത്തിൽ പോലീസ് അലംഭാവത്തെക്കുറിച്ച് വ്യാപകമായി കേരളം ചർച്ച ചെയ്യുകയാണിപ്പോൾ. തീർച്ചയായും ഈ വിഷയത്തിൽ പോലീസിനുണ്ടായിട്ടുള്ളത് ഗുരുതര വീഴ്ചയാണ്. ഈ പഞ്ചായത്തിനകത്ത് പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥയോടുകൂടിയാണ് ഈ ചെന്താമരയ്ക്ക് കോടതി ജാമ്യം നൽകുന്നത്. പക്ഷേ ഈ ജാമ്യവ്യവസ്ഥ അടക്കം ലംഘിച്ചിട്ടും ആ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതിൽ പോലീസ് അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ 29-ന് സുധാകരന്റെ മകളും സുധാകരനും ഈ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് ഒരു പരാതി നൽകുന്നു. ഈ നിരന്തരമായി ഈ ചെന്താമര ഭീഷണിപ്പെടുത്തുന്നു, തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പോലീസിനോട് പറയുന്നു. 29-ാം തീയതി ചെന്താമരയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 15 മിനിറ്റ് ശാസിച്ച ശേഷം ഈ പോലീസ് വിട്ടയക്കുന്ന വിചിത്ര നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ഇവിടെ നിന്ന് ഈ പ്രതി പോയിരിക്കാം, അതായത് പ്രതി അന്ന് പോലീസിന് ഉറപ്പ് നൽകിയത് താൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്നൊരു ഉറപ്പ് നൽകി. ആ പ്രതിയുടെ വാക്കിന്മേൽ വിശ്വസിച്ചുകൊണ്ട് ഈ പോലീസ് ഒന്നും ചെയ്യാതിരുന്നതാണ് ഈ 2 ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളെ സംബന്ധിച്ച് ഇന്നലെ പകലും രാത്രിയും എല്ലാം ഉയർന്നത്. അതോടുകൂടി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ, അതായത് ഈ കൊലപാതകത്തിന് പിന്നാലെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ രാത്രി എല്ലാം തന്നെ വ്യാപകമായ തിരച്ചിലാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്നാകട്ടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നാകട്ടെ എല്ലാം തന്നെ വലിയ തിരച്ചിലാണ് നടത്തിയത്. ഈ കാണുന്നതാണ് സുധാകരന്റെ വീട്. ഇതിന് എതിർവശത്താണ് ഈ ചെന്താമരയുടെ വീട്. ഒരു വീടിന്റെ മതിലിനും അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ആളുകൾ, അവർക്കിടയിൽ തുടങ്ങിയ ചെറിയൊരു തർക്കം, അതാണ് ഇപ്പോൾ ഈ വീട്ടിൽ 3 ജീവനുകൾ, അതായത് 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ ഈ സജിതയെ കൊലപ്പെടുത്തി, അതിനുശേഷം ഇപ്പോൾ സുധാകരന്റെ അമ്മ, അങ്ങനെ 3 ജീവനുകൾ അപഹരിക്കുന്നതിലേക്ക് നയിച്ചത്. ഇന്നലെ രാത്രി പോലും വലിയ തിരച്ചിൽ ഈ നാട്ടുകാർ നടത്തി. അതിൽ അവരെ സംബന്ധിച്ച് ഇന്നലത്തെ രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും എന്നുള്ളതായിരുന്നു അവരുടെ ആശങ്ക. ഇന്നലെ രാത്രി 11 മണിക്ക് തെരച്ചിൽ സംഘത്തോടൊപ്പം പോയ ആളുകളാണ് നമ്മൾ ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് അവരുടെ എത്രത്തോളം ഉണ്ട് ആശങ്ക. അതായത് ആ കാണുന്ന ഒരു കുന്നാണ്, ആ കുന്നാകെ ഇന്നലെ വളഞ്ഞുകൊണ്ട് ഒരു 100-ലധികം വരുന്ന നാട്ടുകാരാണ് ആ ദൃശ്യത്തിൽ കാണുന്ന കുന്ന് വളഞ്ഞുകൊണ്ട് തിരച്ചിൽ നടത്തിയത്. പക്ഷേ ഒരു കാരണവശാലും ഇന്നലെ ഈ ചെന്താമരയെ കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമമായി അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഈ ചെന്താമര കൊലപാതകം നടത്തി ഒളിവിൽ പോകുന്ന സമയത്ത് 5 ദിവസത്തോളം ഇതിന് സമീപത്തെ ഉൾവനത്തിൽ കഴിഞ്ഞു. അതിനുശേഷം ഈ ഇവരുടെ തറവാട്ട് വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ഈ തറവാട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തും, ഭക്ഷണം കഴിക്കും, പിന്നീട് ഉൾവനത്തിലേക്ക് പോകും. 5-ാം ദിവസം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് ഈ പ്രതി പോലീസിന്റെ വലയിലാകുന്നത്. അങ്ങനെ ഇന്നലെയും പ്രതി മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നാട്ടുകാർ പല സംഘങ്ങളായി തിരിഞ്ഞെല്ലാം ഈ മേഖലയിൽ വലിയ തിരച്ചിൽ നടത്തിയത്. പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് പോലീസിന് ഏറ്റവും അപമാനകരമായ ഒരു കേസാണ്, അല്ലെങ്കിൽ പോലീസിന് നാണക്കേടുണ്ടാക്കിയ കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതിയെ എത്രയും വേഗത്തിൽ പിടികൂടാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് പുറത്തേക്ക്, അതായത് തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു. ഈ വിവിധ മേഖലകൾ, അതായത് ഈ ഉൾവനത്തിലടക്കം ഇന്നും തെരച്ചിലുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ചെല്ലാം ഈ വനത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു, പക്ഷേ ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. എന്നിരുന്നാൽ പോലും ഇന്നും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും എല്ലാം ഉള്ള തിരച്ചിലുകൾ വനമേഖലയിലും നടത്തും. ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും ഈ കൊല്ലപ്പെട്ട 2 പേരുടെ സംസ്കാരം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികളെക്കുറിച്ച് നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ നൽകും. നിഖിൽ, ഗുഡ് മോർണിംഗ്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. മരിച്ച 2 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നിപ്പോൾ ഞാനുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുകയാണ്. ഇന്നലെ സുധാകരൻ്റെ മൃതദേഹം ഏറെ കഴിഞ്ഞാണ് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളുകൾ ഉയർത്തുകയും മൃതദേഹം കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് ആളുകൾ പ്രദേശവാസികൾ നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ കഴിഞ്ഞാണ് മൃതദേഹം അവിടെ നിന്ന് ഞാനിപ്പോഴുള്ള പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കൊലപാതകം, അതും ഒരു പോലീസ് വരുത്തി വെച്ച കൊലപാതകം, പോലീസ് സാഹചര്യം നൽകിയ കൊലപാതകം എന്ന് നമുക്കിതിനെ വിളിക്കാൻ കഴിയും. കാരണം ഒരു പ്രതി ഇത്തരത്തിൽ കൊലപാതക കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതിക്ക് ജാമ്യം ലഭിച്ചപ്പോൾ ആ ജാമ്യ ഉപാധി ലംഘിച്ചു എന്ന് ഈ സുധാകരന്റെ മകളും അതോടൊപ്പം തന്നെ അയൽവാസിയായ പുഷ്പയും എല്ലാം പരാതി നൽകിയിട്ടും
യാതൊരു പ്രാധാന്യവും അതിന് നൽകിയില്ല, അല്ലെങ്കിൽ നെന്മാറ പോലീസ് അത് മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഈ കൊലപാതകങ്ങൾ കാണുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഈ പ്രതിയുടെ ലിസ്റ്റിൽ പ്രതി 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്ന സ്കെയിൻ, അതിലുണ്ടായിരുന്ന പുഷ്പ എന്ന സ്ത്രീ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. താൻ 3 തവണയാണ് നെന്മാറ പോലീസിലെത്തി പരാതി നൽകിയത്. അതായത് തനിക്ക് ഇത്തരത്തിലുള്ള ഭീഷണിയുണ്ട്, തന്നെ കൊലപ്പെടുത്തുമെന്ന് ഈ പ്രതി പറയുന്നുണ്ട് എന്ന് 3 തവണയാണ് നെന്മാറ പോലീസിൽ അവർ പരാതി നൽകിയത്. പക്ഷെ ആ പരാതി വേണ്ടുന്ന ഗൗരവത്തിൽ പോലീസ് പരിഗണിച്ചില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ കൊലപാതകം നമുക്ക് വിളിക്കേണ്ടി വരും. എന്തായാലും ഇന്നലെ ഈ മരിച്ചവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് അങ്ങേയറ്റം പേടിപ്പിക്കുന്ന തരത്തിലാണ്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല സ്കെയിൻ. ഇപ്പോൾ ഈ സുധാകരന്റെ ശരീരത്തിൽ വളരെ ആഴത്തിലുള്ള മുറിവുകൾ, അതായത് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ, ഈ കഴുത്തിന് താഴെ വെട്ടുമ്പോൾ തന്നെ വ്യക്തമാണ് അത് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നുള്ളത്. അതല്ലെങ്കിൽ ഈ ആത്മരക്ഷാർത്ഥമൊക്കെ ആണെങ്കിൽ അത് മറ്റിടങ്ങളിലാണ്, കാലിലും കൈകളിലും ഒക്കെയാണ് മുറിവേൽക്കാറ്. ഇത് തലയ്ക്ക് വെട്ടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മരണം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ആക്രമണമാണ്. ഇത് മാത്രമല്ല, ഈ ലക്ഷ്മിയുടെ ശരീരത്തിൽ ഏതാണ്ട് 12ഓളം ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് ഇത് കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു പ്രതി നടത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, ഈ പ്രതി കൊലപാതകത്തിന് മുൻപ് നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയിരുന്ന ഘട്ടത്തിൽ ഈ പ്രതി അനുഷ്ഠിച്ചിരുന്ന ചില രീതികളുണ്ട്, ഇയാളുടേതായിട്ടുള്ള ചില രീതികളുണ്ട്. അതായത് തൻ്റെ കയ്യിലുള്ള കൊടുവാൾ അത് മൂർച്ച കൂട്ടി വയ്ക്കുക, തൻ്റെ വീടിന് മുറ്റത്തുള്ള ശീമക്കൊന്നയിൽ വെട്ടി അതിന് ഉറപ്പുണ്ട് എന്ന്, അതിന് നല്ല മൂർച്ചയുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അങ്ങനെയുള്ള കുറേ രീതികളൊക്കെ ഈ പ്രതി അവലംബിച്ചിരുന്നു. സമാനമായ തരത്തിൽ ഇന്നലെ ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുൻപായി പ്രതി അത്തരത്തിലുള്ള രീതികൾ ചെയ്തിരുന്നു. തുടർന്ന് ഈ സുധാകരൻ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ അത് വാഹനം തടഞ്ഞു നിർത്തുന്നു. അവിടെ വെച്ച് ഇയാളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത് തടയാൻ വന്ന വയോധികയായിട്ടുള്ള അമ്മയെ, ലക്ഷ്മിയെ കൊലപ്പെടുത്തുന്നു. അങ്ങനെ എന്താ പറയുക, ഈ പ്രതി വളരെ കൃത്യമായി തൻ്റെ ഉള്ളിലുള്ള പക പ്രകടമാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. എന്തായാലും ഇന്ന് 8 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിഖിൽ പ്രമീഷാണ് വിവരങ്ങൾ നൽകിയത്. സീന മുഹമ്മദ് പറഞ്ഞത് പോലീസിന്റെ വീര്യം 2 ദിവസം മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 ജീവനുകൾ നഷ്ടപ്പെടില്ലായിരുന്നു. മാത്രമല്ല, ഇതിനകത്ത് ഒരു അറേഞ്ച്മെന്റ് കൊണ്ടുവന്നേ പറ്റൂ. കാരണം ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഗുരുതരമായ ഒരു പരാതി, തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞൊരു സ്ത്രീ പരാതിപ്പെടാൻ വന്നാൽ ആ പരാതി ഏത് സമയം കിട്ടി, ഏത് സമയത്തിന് നടപടി സ്വീകരിച്ചു, എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് രേഖപ്പെടുത്തുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഒരു പരാതി കിട്ടിയാൽ അതേ എടുത്ത് ഭരണത്ത് വെക്കുന്ന രീതിയാണ് ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവന് വിലയില്ലാതായിരിക്കുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ തൽക്ഷമം, അവിടെ തീർച്ചയായിട്ടും സ്റ്റാഫ് ഷോർട്ടേജും ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് പോലീസുകാരില്ലാത്ത അവസ്ഥയുണ്ട്, ഉള്ള പോലീസുകാർക്ക് കൂടുതൽ എസ്കോർട്ട് പോകുന്ന പണിയുണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രമസമാധാന നില ഭദ്രമായി സൂക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ ആ സർക്കാർ നിലനിൽക്കുന്നു എന്ന് പോലും സാധാരണ ജനങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഭേദപ്പെട്ട കെയർ ഓഫ് ഉള്ളയും നല്ല ആളുകൾക്ക് മാത്രം പോരാ പോലീസ് സംരക്ഷണം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. അതായത് എത്ര മിനിറ്റിനകം ഒരു കാര്യത്തിൽ പോലീസ് സ്റ്റേഷൻ നടപടിയെടുക്കണം. അടിയന്തരമായി ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് വെച്ചിരുന്നിട്ട് എന്താ കാര്യം? ഈ നെന്മാറ പോലീസ് സ്റ്റേഷനെ കുറിച്ച് കേൾക്കുന്ന ഈ പരാതികളിൽ കഴമ്പില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്തായാലും സീനയെ പോലുള്ള എത്രയോ ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ 2 പേരുടെ ജീവൻ എടുത്തു, ആ കുട്ടി നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു ഇനി എൻ്റെ ഊഴമാണ് എന്ന് പറയുമ്പോൾ ആ വിളി ചെന്ന് അലയ്ക്കുന്നത് നമ്മുടെയൊക്കെ സാധാരണക്കാരൻ്റെ നെഞ്ചിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.